ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ മകളുടെ ഒരു വെഡ്ഡിങ് ആണെന്ന് കേട്ടോ നമുക്ക്. അപ്പം നേരത്തെ തന്നെ നീറ്റിട്ടുണ്ട്. നീറ്റപ്പാടെ ടോക്കി ബെഡിൽ കയറിയിട്ട് എന്താണ് ഇതിപ്പോൾ എല്ലാവർക്കും പറ്റി, എല്ലാവരും നല്ല നേരത്തെ നീറ്റിട്ടുണ്ടല്ലോ എന്നാണ് കേട്ടോ അവൾ വിചാരിക്കുന്നത്. അപ്പോൾ കാലത്ത് നേരത്തെ ഫ്രഷ് ആയിട്ട് ഞാൻ മേക്കപ്പൊക്കെ ചെയ്യുന്നൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൂ കളറിലുള്ള സാരിയാണ് നമ്മൾ ചുറ്റുന്നത് കേട്ടോ. ഞാൻ ആദ്യം ചുരിദാർ ഇടാനാണ് വിചാരിച്ചത്, പിന്നെ തോന്നി സാരി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സാരി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ തേച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മേക്കപ്പ് അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ തുടങ്ങാമല്ലോ വിചാരിച്ചിട്ടാണ് ഇന്നൊരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഐശ്വര്യമായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണതിൻ്റെ മുന്നേ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. എനിക്ക് ഈ ഒരു സത്യം കുറച്ച് മുന്നെയാണ് മനസ്സിലായിട്ടോ. ഞാൻ ആദ്യം സൺസ്ക്രീനാണ് യൂസ് ചെയ്യുക, പിന്നെ ഞാൻ അധികം ക്രീമും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. അങ്ങനെ മേക്കപ്പ് എന്നുള്ള രീതിക്കൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ പണ്ടൊക്കെ പറയുമ്പം ഒരു ഇത്തിരി പൗഡർ ഇടും, പിന്നെ ഒരു കുഞ്ഞി പൊട്ടിടും, പിന്നെ എന്താ പറയുക ഒരു കുഞ്ഞി കുറിയിടും. അങ്ങനെയാണ് ഞാൻ പൊതുവേ ഉണ്ടായിരുന്നത്. ഒരു +2 ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ വരെ ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സൺസ്ക്രീൻ ഉണ്ട്, പിന്നെ എന്താ പറയുക മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം എന്നൊക്കെ എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബെഞ്ചറസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ അപ്ലൈ ചെയ്തു നല്ല രീതിക്ക് തന്നെ, ഫേസിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ നെക്കിലൊക്കെ അപ്ലൈ ചെയ്യാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, എൻ്റെ അനിയൻ പറയുന്നുണ്ട് കാലത്ത് തന്നെ എണീറ്റിട്ട് വീഡിയോ എടുക്കുകയാണല്ലോ പറഞ്ഞിട്ട് എന്നോട് പറയാൻ കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു നീ ഇവിടെ വാ അപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ വിളിച്ചിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇവൻ്റെ പേര് ആദി എന്നാണ്. ഇവനിപ്പോൾ 10th കേട്ടോ പഠിക്കുന്നത്. ഞാനും ആദിയും തമ്മിൽ 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന കാരണം എന്ന് ഞാൻ പറയും കേട്ടോ. എന്നോട് അവൻ പറഞ്ഞു കൊളാക്കല്ലേ ചേച്ചി, ആൾക്കാരുണ്ടാവും കേട്ടോ എന്നെ കളിയാക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. ഞാൻ പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട അപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസിൽ ആ മോയ്സ്ചറൈസർ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് വലിയ മാറ്റവും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ബാക്കി കുറച്ചും കൂടി ക്രീമൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫേസിലൊക്കെ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൈസായിട്ട് വന്ന് ചിരിച്ചിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനൊരു ഒലയുടെ ഒരു ക്രീമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം ഒരു വൈറ്റ് കാസ്റ്റിംഗ് കൂടി ഉള്ള ഒരു ക്രീമാണ് കേട്ടോ ഇത്. ഓൾറെഡി ഇവൻ യൂസ് ചെയ്യുന്നത് ഒലയുടെ തന്നെ ഡേ ക്രീമും നൈറ്റ് ക്രീമും മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. അടുത്തതായിട്ട് നമ്മളൊരു സൺസ്ക്രീൻ കൂടി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ എസെൻസിൻ്റെ സൺബേൺ SPF 50 ആണ് യൂസ് ചെയ്യുന്നത്. ഞാനത് പൊതുവെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 ഇയർ ആവുന്നുണ്ട്. എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. 175 റുപ്പീസ് അങ്ങനെ എന്തോ ആണ് വരുന്നത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നല്ല എന്താ പറയുക നൈസായിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈസിയാണ്. പിന്നെ അതുപോലെ തന്നെ ഓയിലി സ്കിന്നൊക്കെ നല്ലതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഓയിലി സ്കിന്നാണ്, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എൻ്റെ അനിയൻ്റെ ഓയിലി സ്കിൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഞാനത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാനത് ഫേസിലും അതുപോലെ തന്നെ നെക്കിലും നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള എന്താ പറയുക ബേബി പൗഡറും കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇവൻ്റെ ഒരു ഫേസ് ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ എത്തുമ്പോഴേക്കും വാടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് എറണാകുളത്തേക്ക് പോകേണ്ടതുള്ള കാരണം തന്നെ അമ്മ പറഞ്ഞു മതി നിർത്തിക്കോ, എന്നിട്ട് നമുക്ക് ബാക്കി എല്ലാ മേക്കപ്പും നമുക്ക് പാർലറിൽ പോയി ചെയ്യാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഒരു മേക്ക് ഓവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്
മേക്ക് ഓവർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് മേക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പാർലറിൽ പോയിട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നീ അവിടുന്ന് മേക്കപ്പ് ചെയ്തേക്ക്, നീ അവിടുന്ന് വീഡിയോ എടുത്തേക്ക് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആദിയുടെ എല്ലാ മേക്കപ്പും കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ സാരി ചേഞ്ച് ചെയ്തു കേട്ടോ. സാരി ചേഞ്ച് ചെയ്തിട്ട് നേരെ കാറിൽ നമ്മൾ എവിടെ പോയി, പാർലറിലോട്ട് പോയിട്ട് ബാക്കി എല്ലാതും അവിടെ നിന്നാണ് ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് സാരി എടുത്തെടുത്തിട്ട് വേഗം പാർലറിലോട്ട് പോയി. ബാക്കിയുള്ള വീഡിയോസും എൻ്റെ മേക്ക് ഓവറും അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ മേക്ക് ഓവറും ആ ഒരു 2 വീഡിയോസും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.